ഹലോ എവരിബഡി. ഇന്ന് പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുതിയ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. പഠിക്കുന്നില്ല പഠിക്കുന്നില്ല പഠിക്കുന്നില്ല. കുട്ടികളെക്കുറിച്ച് മാതാപിതാക്കൾ പറയാറുണ്ട്, അധ്യാപകർ പറയാറുണ്ട്. അധ്യാപകർ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും മനസ്സിലാവുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല എന്ന് വിദ്യാർത്ഥികൾ പറയാറുണ്ട്. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് മുമ്പ് നന്നായിട്ട് പഠിച്ചിട്ട് പോകുന്നതാണ്, പക്ഷെ പരീക്ഷ ഹാളിൽ ചെല്ലുമ്പോൾ ഒന്നും എഴുതാനും പറ്റുന്നില്ല, ഓർക്കാനും പറ്റുന്നില്ല. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, സ്കൂളിൽ പഠിച്ച പല കാര്യങ്ങളും ഓർത്ത് വയ്ക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ പറയാറുണ്ട്. പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഇതാണ് ഏറ്റവും സാധാരണമായിട്ട് മാതാപിതാക്കൾ പറയാറുള്ളത്. ചിലർ അല്പം കൂടെ കടത്തി പറയും, എൻ്റെ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നെന്ന് തോന്നുന്നില്ല, പഠിക്കുന്ന കുട്ടിയല്ല, എൻ്റെ കുട്ടിക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയാറുണ്ട്. ഇത് എന്താണെന്നും എങ്ങനെയാണ് ഇതിന് പരിഹാരം കാണേണ്ടതെന്നും നമുക്കൊന്ന് കാണാം. എൻ്റെ അടുത്ത് വരുന്ന കുട്ടികളോട് ഞാൻ ചോദിക്കാറുണ്ട്, പേരെന്താണ്? കുട്ടി പേര് പറയും. അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, രാവിലെ കഴിച്ച ഭക്ഷണം, വന്ന വഴി, വന്ന വണ്ടിയുടെ ഏത് വണ്ടിയായിരുന്നു, ഇതൊക്കെ പറയും. അതിനുശേഷം ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ കുട്ടിയോട് ചോദിക്കും, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങും. ചിലർ വണ്ടിയെക്കുറിച്ച് ഒത്തിരി സംസാരിക്കും, ചിലർ ഭക്ഷണത്തെക്കുറിച്ച് പറയും, ചിലർ യാത്രയെക്കുറിച്ച് പറയും, ചിലർ കളികളെക്കുറിച്ച് പറയും, ചിലർ സിനിമയെക്കുറിച്ച് ധാരാളം പറയും. ഇത്തരം കാര്യങ്ങൾ, അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് നല്ല അറിവുണ്ട്. ആ കാര്യങ്ങൾ അവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, മറ്റുള്ളവരിൽ നിന്നും കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിനെക്കുറിച്ച് ചിലർ വായിക്കാറുണ്ട്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർ സ്വീകരിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തിട്ട് മറ്റുള്ളവരത് പറഞ്ഞ് അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഒന്ന് ഓർത്ത് നോക്കുക, ഈ കുട്ടികൾക്ക് കേൾക്കാം, മനസ്സിലാക്കാം, ഓർത്തു വയ്ക്കാം, മറ്റുള്ളവർ പറയാൻ സാധിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ സാധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാൻ പറ്റില്ലേ? അല്ലെങ്കിൽ ഇത് പഠനമല്ലേ? ഇതും പഠനമാണ്. അങ്ങനെയെങ്കിൽ ഇവർക്ക് പഠിക്കാൻ കഴിവില്ല എന്നല്ല നമ്മൾ പറയേണ്ടത്, മറിച്ച് സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അക്കാഡമിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഈ കുട്ടികൾ പഠിക്കുന്നില്ല എന്നാണ് നമ്മൾ പറയേണ്ടത്. അതിന് കാരണം എന്തായിരിക്കും? അതിന് കാരണം ഇത്രയേ ഉള്ളൂ, ഇവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഇവർ പഠിക്കുന്നതിന് ഒരു രീതിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും അവരവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നതിന് അവരുടേതായ ഒരു പ്രത്യേക രീതിയുണ്ട്, അല്ലെങ്കിൽ അവരുടേതായ ഒരു സ്ട്രെങ്ത് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ചിലർക്ക് അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അവർക്ക് അറിയേണ്ട കാര്യങ്ങൾ വലിയ അക്ഷരത്തിൽ അവർക്ക് ഇഷ്ടമുള്ള കളറിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അവർ ഓർത്ത് വയ്ക്കും. ചിലർക്ക് ഒരു കാര്യം ഒരു കഥ പോലെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഓർത്ത് വയ്ക്കുകയും പിന്നീട് അത് പറയുകയും ചെയ്യും. ചിലർക്ക് ചില കാര്യങ്ങൾ ചിലരെ പഠിപ്പിക്കണമെങ്കിൽ അത് നമ്മൾ അവരെ കാണിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യുകയോ ചെയ്യണം. അവരൊരിക്കലും അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർ മറക്കില്ല. ഇങ്ങനെ പല രീതിയിലാണ് പലരും പഠിക്കുന്നത്. അപ്പോൾ ഓരോ വ്യക്തിക്കും പഠിക്കാൻ വേണ്ടിയിട്ട് അവരുടേതായ ഒരു സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രമേ ഉള്ളൂ. പഠിക്കാനായിട്ട് കഴിവില്ലെന്ന് പറയുന്ന കുട്ടികളെക്കുറിച്ചും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്ന കുട്ടികളെക്കുറിച്ചുമൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവരുടെ സ്ട്രെങ്ത് ശരിക്കും എന്താണ്. ഓരോരുത്തരുടെയും സ്ട്രെങ്ത് മനസ്സിലാക്കുക, ആ സ്ട്രെങ്തിലൂടെ അവരെ പഠിപ്പിക്കുക. സ്കൂളിൽ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ആ രീതിയിൽ അവരെ പഠിപ്പിച്ചാൽ, അങ്ങനെ പഠിക്കാൻ അവരെ ശീലിപ്പിച്ചാൽ അവർ പഠിക്കുന്ന കുട്ടികളായിട്ട് മാറും, നന്നായിട്ട് മാർക്ക് മേടിക്കുന്ന കുട്ടികളുമാകും. മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം.